ഹലോ ഓൾ, വെൽക്കം ടു ഈസി ലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം CUT PG 2025 റിസൾട്ട് വന്നിരിക്കുകയാണ്. അത് സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാലത്ത് സ്വപ്നങ്ങൾ ചിലപ്പോൾ പക്ഷേ ഒരു വർഷമൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടാവും. ചിലപ്പം 6 മാസമോ അല്ലെങ്കിൽ 3 മന്ത്സോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ജസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിലൊക്കെ എഴുതി പല രീതിയിൽ CUT PG എക്സാമിനെ കണ്ട ആളുകളുണ്ടാവും. എനിവേ അതിന്റെ റിസൾട്ട്, അതിന്റെ ഔട്ട്കം ഇപ്പൊ നമുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ സ്കോർ കാർഡ് ഇപ്പം നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ ഒരുപാട് ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പം ആ ഡൗട്ട്സുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ട്സുകൾ, ഒരുപാട് കൺഫ്യൂഷൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഇതുകൊണ്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കിട്ടുമോ, അല്ലെങ്കിൽ ഇതേ സ്കോർ കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. ആ ഡൗട്ട്സുകൾ ക്ലിയർ ആയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടാണ്, ഈ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലെ ലാസ്റ്റ് ഡേയ്സിലാണ് നമുക്ക് എന്തായത് CUT PG 2025 സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യണത്. യെസ്, അപ്പം ആദ്യം 5 ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നു. ദെൻ ആ ദിവസം തന്നെ രാത്രി സ്കോർ കാർഡും പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയ ഒരു എക്സാം ആണ്. അതിന്റെ കാറ്റഗറി ബേസ് ചെയ്തിട്ടും അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റിന് എത്ര പേര് എഴുതിയിട്ടുണ്ട്, എത്ര പേര് അപ്പിയർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കണക്കുകളൊക്കെ NTA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ, എത്ര പേര് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് എഴുതാതെ ഇരുന്നിട്ടുണ്ട് എന്നൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് അറിയേണ്ടത്, നമ്മളെ ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് നെക്സ്റ്റ് പ്രൊസീജിയർ എന്താന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോണത് ഇത് വാട്ട് ഈസ് നെക്സ്റ്റ്, അല്ലെങ്കിൽ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തു ഇനി എന്താണെന്നുള്ളതാണ്. ആക്ച്വലി സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തതോട് കൂടെ NTA പരിപാടി കഴിഞ്ഞു എന്നുള്ളത്, NTA ഉത്തരവാദിത്തം കഴിഞ്ഞു. ഓക്കെ, അതില് നമുക്കറിയാം CUT PG അഡ്മിഷൻ എന്ന പ്രൊസീജിയറിലെ 2 സ്റ്റെപ്സുകളാണുള്ളത്. ഫസ്റ്റ് വൺ CUT എക്സാമിനേഷൻ ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് അലോട്ട്മെന്റുകളാണ്. അതായത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റികളാണോ ഓപ്റ്റ് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന അലോട്ട്മെന്റുകൾ. ഇത് കഴിയുമ്പോഴാണ് നമ്മൾ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആര് കംപ്ലീറ്റ് ചെയ്തു? NTA കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തതോടുകൂടെ NTA ഉത്തരവാദിത്വം കഴിഞ്ഞു. ഇനി ഈ കിട്ടിയിരിക്കുന്ന സ്കോർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ പോർട്ടലുകൾ അവരെന്താവും, രജിസ്ട്രേഷൻ അഡ്മിഷൻ പോർട്ടലുകൾ എന്താവും ഒരു ഓപ്പൺ ചെയ്യും. അവിടെ പോയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ CUT സ്കോർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിന് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, നിങ്ങൾക്ക് താല്പര്യം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അപ്പം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി 2025 അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പോർട്ടൽ ഓപ്പൺ ആക്കും. ആ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി ഡീറ്റെയിൽസും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് ദെൻ പ്ലസ് നിങ്ങളുടെ CUT സ്കോറും കൂടെ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. ദെൻ ആ അപ്ലൈ ചെയ്ത ആളുകളുടെ സ്കോർ വെച്ചിട്ട് അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്ത് അവർ അവരുടെ സീറ്റിന്റെ അലോക്കേഷൻസ് അനുസരിച്ച്, സീറ്റിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അവരുണ്ടാവും ആളുകളിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് ഇനിയുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം അത് പല യൂണിവേഴ്സിറ്റിയും പല ടൈമിലായിരിക്കും വിളിക്കുക. ഏകദേശം ഇനിയുള്ള 1 മന്ത് അല്ലെങ്കിൽ ഇനിയുള്ള മന്ത് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഈ ഒരു മെയ് ജൂൺ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്തരത്തിലുള്ള അഡ്മിഷന്റെ പ്രൊസീജിയർ നടക്കുന്നതായിരിക്കും. ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും, ജൂലൈ സെക്കൻഡ് വീക്കോട് കൂടെ ഒക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ ജൂലൈയോട് കൂടെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ആഗസ്റ്റോട് കൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഇനി പലപ്പോഴും പല ആൾക്കാരും ചോദ്യമാണ്, എത്രയാണ് കട്ട് ഓഫ്, ഈ വർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത്. ആക്ച്വലി CUT നിലവിൽ അങ്ങനെ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങൾ ഇത്ര മാർക്ക് കിട്ടിയ ആൾക്കാരൊക്കെ പാസ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടണം എന്നുള്ള ഒരു കണ്ടീഷനും എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞു, NTA പണി എത്രയേ ഉള്ളൂ, എക്സാം നടത്താൻ നമ്മുടെ സ്കോർ കാർഡ് തരിക എന്നുള്ളത്. അത് കഴിഞ്ഞു. then ഇനി കട്ട് ഓഫ് വരുന്നത് എപ്പോഴാണ്? ഓരോ യൂണിവേഴ്സിറ്റിക്കാണ് കട്ട് ഓഫ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന വിചാരിക്കുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പം അവിടെ അപ്ലൈ ചെയ്ത ആളുകളുടെ സ്കോർ വെച്ചിട്ടുണ്ടാവും അവർ കട്ട് ഓഫ് വെക്കും. അവരുടെ സീറ്റിന്റെ എണ്ണവും
അവിടെ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം നോക്കിയിട്ട് അവരെന്താവും ഒരു കട്ട് ഓഫ് വെക്കും മാർക്ക്. ആ സ്കോറിനനുസരിച്ച് അവർ അഡ്മിറ്റ് ചെയ്യും. ഓക്കെ, അത് കട്ട് ഓഫുകൾ ഇപ്പം ഫസ്റ്റ് അലോട്ട്മെന്റ് കട്ട് ഓഫ് ഒന്നായിരിക്കും, സെക്കൻഡ് അലോട്ട്മെന്റ് കട്ട് ഓഫ് മാറും, തേർഡ് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് മാറും, പിന്നെ സ്പോട്ടിലാണെങ്കിൽ സ്പോട്ടിൽ അടുത്തൊരു കട്ട് ഓഫ് വെക്കും. അങ്ങനെ വ്യത്യസ്തമായ കട്ട് ഓഫുകൾ ഉണ്ട്. അപ്പം അതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡന്റ് ആണ്, ഓരോ കോഴ്സുകൾ ഡിപ്പെൻഡന്റ് ആണ്. ചില സ്ഥലങ്ങളിൽ ചില യൂണിവേഴ്സിറ്റികളും ചില കോഴ്സുകൾക്ക് കട്ട് ഓഫ് തന്നെ ഇല്ല, അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾ എന്താണ് ഏത് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് പല ആളുകളും വിചാരിച്ച പോലെ നിങ്ങൾക്ക് സ്കോർ കിട്ടിയിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് എസ്പെഷ്യലി ചില സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വന്ന് ഉള്ള രീതിയിലുള്ള ചോദ്യ പേപ്പറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ പല ആളുകളും ഉള്ള ഒരു പ്രശ്നമായിരിക്കും, അയ്യോ എന്റെ സ്കോർ വളരെ കുറഞ്ഞു പോയി, ഇതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ദെൻ ദർ ഇസ് എ ഹോപ്പ്. അവിടെ എന്താണ് ഒരു ചെറിയൊരു ഹോപ്പ് നമുക്ക് കയ്യിൽ. എപ്പോഴും നമ്മളൊരു ഹോപ്പ് വെക്കണം. അതായത് നിങ്ങളുടെ സ്കോർ 10 മാർക്കാണ്, 410 മാർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കിട്ടുമോ ഇല്ലേ എന്നുള്ളത് വേറെയാണ്. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റികൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളുടെ CUT എഴുതിയ ആളാണ്, നിങ്ങൾക്ക് ഒരു സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റും, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കിട്ടുന്നതും കിട്ടാണ്ടിരിക്കുന്നതും ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടും ആ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ ഡിമാൻഡ് അനുസരിച്ചായിട്ടും അതിന്റെ അവൈലബിലിറ്റി നമുക്ക്, അല്ലെങ്കിൽ അത് നമുക്ക് എന്താണ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമുണ്ട്, ചില യൂണിവേഴ്സിറ്റികൾ അവിടെ ഓപ്ഷന് കൊടുത്ത എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. ഞാൻ ആ യൂണിവേഴ്സിറ്റികൾ പറയുന്നില്ല. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റിയും അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, പല കോഴ്സുകളും അങ്ങനത്തെ കോഴ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ അവരുടെ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ സഹായിക്കുന്ന ആ രീതിയിലുള്ള സഹായങ്ങളൊക്കെ സപ്പോർട്ടുകളൊക്കെ നമ്മൾ തരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താക്കുക, സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഏത് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫുകളൊക്കെ നിങ്ങൾക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ആ യൂണിവേഴ്സിറ്റിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ ഈ വർഷം ആവണമെന്നില്ല. കഴിഞ്ഞ വർഷം പക്ഷേ എക്സാം വളരെ ഈസി ആയിരിക്കും, അപ്പോൾ കട്ട് ഓഫ് ഭയങ്കര ഹൈ ആയിരിക്കും. ഈ വർഷം എക്സാം കുറച്ച് ടഫ് ആയിരിക്കും, അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരാനുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സുകൾ അതിലുണ്ട്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരും. സോ അത് കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നിങ്ങൾ എന്താക്കുക, നിങ്ങളെ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെ ലെസ് മാർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞതല്ലോ, അതും ചില യൂണിവേഴ്സിറ്റികളിലും കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് CUT അറ്റംപ്റ്റ് ചെയ്ത ആളുകൾക്ക് വരെ അഡ്മിഷൻ കിട്ടിയ സമയം സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ CUT എഴുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹോപ്പ് ഉണ്ട്. ദെൻ നിങ്ങൾ അത് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താ പറയാ വെച്ചാല്, നമുക്ക് അറിയാം ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ട്സുകളും ഒരുപാട് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് അറിയാനുള്ള ക്വയറീസുകൾ എന്താക്കുക, നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഞാൻ അതിന് ആൻസേഴ്സ് തരുന്നതായിരിക്കും. സോ നിങ്ങളുടെ എന്താക്കുക, പ്രതീക്ഷകൾ കൈവിടാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ CUT സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.